ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ബീഫ് ഒരു വരട്ടുണ്ടാക്കട്ടോ. നല്ല നാടൻ വെപ്പാട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് വഴറ്റാനും ഇതാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. പൊടികളും എല്ലാതും ഇട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് തിരുമ്മി വെക്കുക. എന്നിട്ട് നമുക്കാണ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചോളി. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വഴറ്റാനൊന്നും പോകണ്ട. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ബീഫൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ വെച്ച് നോക്കി. നാടൻ വെപ്പാട്ടോ. പണ്ട് നമ്മളെ വല്യമാരൊക്കെ വെച്ചിന വെപ്പാണ്. നിങ്ങൾ ബീഫ് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കി. ഞാനൊരു താളിപ്പ് കറി ഉണ്ടാക്കിട്ടോ. ഈ താളിപ്പിൻ്റെ ഇല എന്താ, ഞങ്ങൾ കാന്താരി മുളകിൻ്റെ ഇലയാണ്. ഇത് താളിച്ചാൽ നമ്മൾ ചീരയൊക്കെ താളിച്ച വേറെ ടേസ്റ്റാട്ടോ ഈ ഇലക്കറി. നിങ്ങൾക്കറിയാമോ അങ്ങനെ കാന്താരി മുളകിൻ്റെ ഇളയ ഇല എടുത്തിട്ട് താളിച്ചാൽ നല്ലോണം കഴുകിയിട്ട് നമ്മൾ ചീര താളിക്കണ പോലെ. വലിയ വേഗമൊന്നുമില്ല കേട്ടോ, എളുപ്പത്തിൽ വെന്തിട്ടും. നമുക്ക് ബീഫൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, ഇതൊക്കെ പാടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു തക്കാളി, 2 സവാള, ഒരു പച്ചമുളക്. കാന്താരി മുളക് ഓൾറെഡി അതിൽ അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് പച്ചമുളക് ഒന്നേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ കാന്താരി മുളകൊന്നും അരച്ചിട്ടില്ലെങ്കിൽ പച്ചമുളക് ഒരു 4 ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും വഴറ്റാനൊന്നും നിൽക്കണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക്. നല്ലൊരു ടേസ്റ്റുമാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണ്, ഉലുവ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ പാടെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. ഇതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു പാകത്തിന് ഇട്ട് കൊടുത്തോളി. പൊടികളൊന്ന് നിലത്തേക്ക് ചാടിയിട്ടുണ്ട്, അത് ശരിയാക്കാം. ആ പ്ലേറ്റിൽ നിന്ന് ഇട്ട് കൊടുത്തപ്പോഴാണ് നിലത്തേക്ക് ചാടി. ഇതൊക്കെ പാടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടേ നന്നായി തിരുമ്പട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായി തിരുമ്മിയിട്ടേ നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറുനാരങ്ങൻ്റെ ഒരു മുറി കുരുവൊക്കെ കളഞ്ഞിട്ട് അതും പിഴിഞ്ഞിട്ട് ഇതൊക്കെ കൂടെ നന്നായി തിരുമ്പിയിട്ടേ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ കുക്കറിൽ ഒരു 3 വിസിൽ, വലിയ 3 വിസിലും. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ ആദ്യം കളഞ്ഞിരുന്നു ഞാൻ, അല്ലെങ്കിൽ അതൊക്കെ ഈ ഇറച്ചിക്ക് ചാടുള്ളൂ. കുരു കളഞ്ഞിട്ടില്ലെങ്കിലേ അതിൻ്റെ ഇറച്ചിക്ക് അതിൻ്റെ നീരൊക്കെ ചാടും. അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രത്തേക്ക് പിഴിഞ്ഞിട്ട് കുരു ഒഴിവാക്കിയാലും മതി കേട്ടോ. ഞാൻ അപ്പം അങ്ങനെയാണ് പിഴിഞ്ഞത്. അങ്ങനെ ഈ ചെറുനാരങ്ങൻ്റെ നീരും കൂടിയാണ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഈ മസാലയൊക്കെ അതിന്മേൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് കുക്കറിൽ 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വെക്കട്ടോ. എന്നിട്ട് തീ കുറച്ചിട്ട് ഒരു 2 വിസിലൂടെയും വരുത്തിയിട്ട്. ചില ഇറച്ചി വേഗം വേഗമുണ്ടാവും, ചില ഇറച്ചിക്കാണെങ്കിൽ വേഗം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബീഫൊക്കെ പല വിധമാണല്ലോ. ഇതിപ്പോൾ എളുപ്പം വേണ ബീഫാട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ 3 വിസിലും ചെറിയ 2 വിസിലുകൾ വരുത്തിയിട്ടോ. അപ്പോൾ തന്നെ നല്ല വെന്തീനും. നിങ്ങൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വിസിലെത്തിക്കൊണ്ട്. വേഗാത്ത ഇറച്ചിയാണ്. വെള്ളമൊക്കെ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ താളിപ്പ് ഉണ്ടാക്കുക കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞ് നല്ലോണം മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ട് കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ, നമ്മൾ ചോറ് ഊറ്റിയ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. അതൊഴിച്ച് നല്ലോണം ഉപ്പ് ഇട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ കാന്താരി മുളകിൻ്റെ ഇല, സദാ മുളകിൻ്റെയും പറ്റുണ്ടാവും കേട്ടോ, ഇളയ ഇല എടുത്ത് കൊടുക്കണല്ലേ. നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതായിട്ട് നിങ്ങൾ താളിപ്പുണ്ടാക്കി നോക്കി. മുളകിൻ്റെ ഇലയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഞാനുണ്ടാക്കി നോക്കിയപ്പോൾ അധികം വേഗമൊന്നുമില്ല കേട്ടോ. ചീരൻ്റെ ഇലൻ്റെ അതേ വേഗം തന്നെ ഉള്ളൂ. അധികം വേണ്ട പാകത്തെ വേഗമാണ്. അങ്ങനെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുമ്പോഴേ നമുക്ക് ആ ഇല ഇട്ടിട്ടൊന്ന് 2 തിളച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ ചീരയൊക്കെ താളിച്ചണ പോലെ തന്നെ. ഈ ഇറച്ചി വരട്ടിക്ക് ഇത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഈ താളിപ്പ് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇട്ടിട്ട് കുറച്ച് നേരം തിളച്ചാൽ മതി. അധികം തിളച്ചാൽ കയ്പ്പ് വരുള്ളൂ. ചീരൻ്റെ അതേ വേഗം തന്നെ കേട്ടോ ഇതിന്. അങ്ങനെ നമ്മൾ താളിപ്പ് കറിയും ഇറച്ചി വരട്ടിയോ നല്ല കോമ്പിനേഷൻ കേട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോ എടുത്താട്ടോ. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ച്.